ഭൂട്ടാൻ വഴി ആഡംബര കാറുകൾ നികുതി വെട്ടിച്ച് ഇന്ത്യയിലെത്തിച്ച് മറിച്ചു വിൽക്കുന്നുവെന്നാണ് കസ്റ്റംസിന്റെ കണ്ടെത്തൽ. ഇതിനെ തുടർന്ന് രാജ്യവ്യാപകമായി നടത്തുന്ന ഓപ്പറേഷൻ നുങ്കൂറിന്റെ ഭാഗമായി മലയാളത്തിലെ യുവനടന്മാരായ ദുൽഖർ സൽമാൻ, പൃഥ്വിരാജ് സുകുമാരൻ, അമിത് ചക്കാലക്കൽ എന്നിവരുടെ വീടുകളിൽ കസ്റ്റംസ് പരിശോധന നടത്തി. ഇടനിലക്കാരും പട്ടികയിലുണ്ട്. കൊച്ചി, കോഴിക്കോട്, മലപ്പുറം എന്നീ ജില്ലകളിലായി 30 ഇടങ്ങളിലാണ് പരിശോധന. ലാൻഡ് ക്രൂസർ, ലാൻഡ് റോവർ, ടാറ്റ SUV-കൾ, മഹീന്ദ്ര, ടാറ്റ ട്രക്കുകൾ എന്നിവയടക്കം റോയൽ ഭൂട്ടാൻ ആർമി ഉപേക്ഷിച്ച 150 വാഹനങ്ങൾ നിയമവിരുദ്ധമായി ഇന്ത്യയിലേക്ക് കടത്തി ഹിമാചൽ പ്രദേശിൽ രജിസ്റ്റർ ചെയ്ത് 4 ഇരട്ടി വിലയ്ക്ക് വിറ്റഴിക്കുകയായിരുന്നു. ഹിമാചൽ പ്രദേശിലെ HP 52 രജിസ്ട്രേഷൻ നമ്പറിലാണ് കൂടുതൽ വാഹനങ്ങളും രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അവിടുത്തെ രജിസ്ട്രേഷൻ അതോറിറ്റിയുടെ NOC ഉൾപ്പെടെയാണ് കേരളത്തിൽ കാറുകൾ വിറ്റതും. കേരളത്തിലെത്തിച്ച പല വാഹനങ്ങളും റീരജിസ്റ്റർ ചെയ്ത് KL നമ്പറുകളാക്കിയിട്ടുണ്ട്. 5 ലക്ഷം രൂപയിൽ താഴെ വിലയ്ക്കാണ് ഭൂട്ടാൻ പട്ടാളം വാഹനങ്ങൾ ഒരുമിച്ച് വിറ്റത്. ഇത്തരം വാഹനങ്ങൾ കേരളത്തിൽ 40 ലക്ഷം രൂപയ്ക്ക് വരെ വിറ്റഴിച്ചിട്ടുണ്ടെന്നാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ച വിവരം. ഭൂട്ടാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് വാഹനങ്ങൾ എത്തിക്കുന്നതിൽ ഏതാനും ഇളവുകൾ സർക്കാർ നൽകുന്നുണ്ട്. ഈ അവസരം മുതലെടുത്താണ് തട്ടിപ്പ്. ഭൂട്ടാനിൽ നിന്ന് പഴയ വാഹനങ്ങൾ എന്ന പേരിലാണ് ഇന്ത്യയിലെത്തിക്കുന്നത്. ഇതുവഴി ലക്ഷങ്ങളുടെ നികുതി വെട്ടിക്കുന്നുണ്ടെന്നാണ് വിലയിരുത്തൽ. ഇത്തരത്തിൽ വാഹനമെത്തിച്ച ആളുകളുടെ പട്ടിക കസ്റ്റംസ് ആൻഡ് പ്രിവന്റീവ് വിഭാഗം തയ്യാറാക്കിയിരുന്നു. കേരള ആൻഡ് ലക്ഷദ്വീപ് കസ്റ്റംസിന്റെ ചുമതലയുള്ള കമ്മീഷണറാണ് പരിശോധനയ്ക്ക് നേതൃത്വം നൽകുന്നത്. ന്യൂസ് ഡെസ്ക്, മാതൃഭൂമി ന്യൂസ്.